ഇന്ന് ഞാൻ വന്നത് ഒരു ബാസ്ക്കറ്റ്, അതായത് ബേബി ബാസ്ക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ്. അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നതും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ബേബി ബാസ്ക്കറ്റ് ചെയ്യുക, അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് പറഞ്ഞു തരുമോ. പക്ഷേ നമ്മൾ മെഷർമെൻറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേ പേര് മെസ്സേജ് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റാണ് വേണ്ടത്. സാധാരണ നമ്മളെ ബേബി ബാസ്ക്കറ്റാണിത്. ഇപ്പം ഞാൻ ഇതെല്ലാം അയച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൈ ഭാഗം, പിന്നെ അതേപോലെ ഇതൊക്കെ നമുക്ക് അയച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇതൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് ഫുൾ അയച്ച് വെച്ചിട്ട് വേണം നമുക്ക് അളവെടുക്കാൻ. അപ്പം ഇങ്ങനെ അളവെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ ഈ റൗണ്ട് ഭാഗമാണ് നമുക്ക് അളവെടുക്കേണ്ടത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ റൗണ്ട് ഇങ്ങനെ പതുക്കനെ റൗണ്ട് ചെയ്തിട്ട് ഫുൾ റൗണ്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ വിട്ടുപോകരുത്. ഇതുപോലെ ഇങ്ങനെ ചുറ്റിലും വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കുക. ഇത് 51 ഇഞ്ചാണ് വരുന്നത്, 51.5 ഇഞ്ചാണ് ഇതിൻ്റെ റൗണ്ട് വരുന്നത്. പിന്നെ നമുക്ക് എടുക്കേണ്ടത് ഇവിടുന്ന് താഴോട്ടുള്ള മെഷർമെൻ്റ് ആവേണ്ട. അതിൽ 3 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ. എക്സ്ട്രാ 3 ഇഞ്ച് അതെന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതുപോലെ 3 ഇഞ്ച് ഉള്ളിലേക്ക് എക്സ്ട്രാ ഇട്ടിട്ട് ബാക്കി ഇങ്ങോട്ട് താഴോട്ട് അളവെടുക്കുക. 17 ഇഞ്ചാണ് വരുന്നത്. 17 ഇഞ്ച് താഴോട്ട് 17. ഇതിൻ്റെ റൗണ്ട് വരുന്നത് 11.5 ഇഞ്ചുമാണ് വരുന്നത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് അളവെടുക്കരുത്, ഇവിടെയും വെച്ച് അളവെടുക്കരുത്. ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ. ഈ ഒരു റൗണ്ടിൻ്റെ അളവാണ് നമുക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾക്കറിയാം, ഇതൊരു ക്രോസ് ആയിട്ടാണ് വരുന്നത്. അത് പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ലാസ്റ്റ് ഇവിടെയും അളവെടുക്കും, ഇവിടെയും അളവെടുക്കും. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇപ്പം നമുക്ക് വേണ്ടത് ഇതിൻ്റെ റൗണ്ടും പിന്നെ ഇവിടുന്ന് താഴോട്ടുള്ള റൗണ്ടും. അതൊരു 3 ഇഞ്ച് അകത്തേക്ക് എക്സ്ട്രാ ഇട്ടിട്ട് ബാക്കി 17 ഇഞ്ചാണ് വേണ്ടത്. അതിന് ഞാനിതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ട, 51 ഇഞ്ചും പിന്നെ 17 ഇഞ്ച് വീതി. പിന്നെ ഇതിന് വേണ്ടത് ഇതുപോലെ ഒരു ഫോമാണ് വേണ്ടത്. പിന്നെ ഇതുപോലെ അത് ലൈനിങ്. ഇത് 3 ലെയർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ വെക്കുക. പിന്നെ അതുപോലെ ഈ ഒരു പീസ് ഇങ്ങനെ. ഈ ഒരു ഫോമും നമുക്ക് സെൻറ്ററിലാണ് വരിക. ഈ ഒരു ഫോം നമുക്ക് സെൻറ്ററിൽ വേണം. ഇത് ഏറ്റവും അടിയിൽ വേണം ലൈനിങ്. മെയിൻ ക്ലോത്ത് എന്ന് പറയുന്നത് നമുക്ക് മുകളിലാണ് വേണ്ടത്.
ഇതുപോലെ പിടിച്ചിട്ട്, നമുക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇതിന് ഫുള്ള് ചുറ്റിലും ഇങ്ങനെ ചുറ്റിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം. ഫുള്ള് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് വരിക. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ ഫോം സെൻറ്ററിലാണ് വേണ്ടത്. ഇത് അടിഭാഗത്തും മെയിൻ ക്ലോത്ത് വരേണ്ടത് മുകളിലുമാണ്. വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതാ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ എഡ്ജൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ചുറ്റിലും നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. ചുറ്റിലും നമ്മൾ നീറ്റാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഈ ഒരു ഭാഗം നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കണം. അതെങ്ങനെ ജോയിൻ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ബാസ്ക്കറ്റ് വരുന്നത് ക്രോസ് ആയിട്ടാണ് നമ്മുടെ ബാസ്ക്കറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നേരെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് വീതി കുറവും മുകൾ ഭാഗത്ത് വീതി കൂടുതലാണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും റെഡി ആവില്ല. അപ്പോൾ നമുക്കത് ക്രോസ് ആയിട്ട് തന്നെ നമുക്ക് അളവെടുത്ത് കട്ട് ചെയ്യണം. ബാസ്ക്കറ്റ് എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. മുകൾ ഭാഗം നമ്മൾ 51 ഇഞ്ച് തന്നെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ മെഷർമെൻ്റ് എടുക്കേണ്ടത് ഇവിടെയാണ്. ഈ താഴ്ഭാഗത്ത് ഇവിടെ എത്രയാണെന്ന് നോക്കുക. നമുക്ക് വരുന്നത് 47ആണ്. പിന്നെ അടുത്ത് എടുക്കേണ്ടത് താഴ്ഭാഗമാണ്. താഴെ ഭാഗം ഇങ്ങനെ ഫുള്ള് അടിയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. ഇത് വരുന്നത് 43.5 ഇഞ്ചാണ്. ഈ 3 അളവിലാണ് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യേണ്ടത്, അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം 47ഉം 43.5 കിട്ടിയത്. അത് നമ്മൾ ഈ ക്ലോത്തിൽ അളവെടുക്കാം. ഇങ്ങനെ വെക്കുക. മുകൾ ഭാഗം വരുന്നത് 51.5 നമ്മൾ എടുത്തത്. അതിങ്ങനെ വെക്കുക. 51 എന്ന് പറയുമ്പം അതിൻ്റെ പകുതി 25.75 വരുന്നത്. അത് നമുക്കിവിടെ അടയാളപ്പെടുത്താം. മുകൾ ഭാഗത്ത് കേട്ടോ, 25.75 മുകൾ ഭാഗത്ത്. ഇവിടെ അടയാളപ്പെടുത്താം. പിന്നെ അതിൻ്റെ താഴെ വരുന്നത് 47 വരുന്നത്. 47 നമുക്ക് 47 എടുക്കാം. അപ്പം അധികം ടൈറ്റ്, നമ്മൾ ഒരൊറ്റ സ്റ്റിച്ച് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം നമ്മൾ 2-3 പ്രാവശ്യം അയച്ച് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിത് കറക്റ്റായിട്ട് വരും.
പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എനിക്ക് ശരിയാവുന്നില്ല, താഴെ ശരിയാവുന്നില്ല. അത് നമുക്ക് ഒരൊറ്റ ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് റെഡിയാവില്ല. 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ അത് അയച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്നത് 23.5 17ൻ്റെ പകുതി 23 അടയാളപ്പെടുത്തുക. കുറച്ചൊരു നമ്മൾ ലൂസിലിട്ട് അടിക്കുക. നമുക്കത് ടൈറ്റായി കഴിഞ്ഞാലും ലൂസായി കഴിഞ്ഞാലും നമുക്ക് ടൈറ്റ് ആക്കാമല്ലോ. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അടിഭാഗത്ത് ഈ ബാസ്ക്കറ്റിൻ്റെ ഈ ഭാഗം നമുക്ക് അളവെടുക്കണം. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതിന് റൗണ്ടായിട്ട് ഭാഗം മാറിപ്പോയിട്ട് ഇത് മുകൾ ഭാഗമാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് താഴ്ഭാഗമാണ്. ഇത് ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിന് ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കറക്റ്റ് ആവില്ല. അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കുക. ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം ഈ ഒരു ബാസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് നമ്മളിതിന് ചുറ്റും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫുള്ള് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. റൗണ്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അത് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ചെറിയ പിന്നുണ്ടെങ്കിലും ഒട്ടുസൂചി ഉണ്ടെങ്കിലും അത് ഫുള്ള് നമ്മൾ പിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അയച്ചിട്ട് വീണ്ടും നമുക്ക് വേണേൽ അഴിച്ചിട്ട് ചെയ്യാം. പിൻ ചെയ്തിട്ടായിരിക്കും കുറച്ചും കൂടെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മറിച്ചിടാം. ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇത് നമുക്ക് റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ ഈ ഒരു കോർണറിലാണ് വേണ്ടത്. ഈ ഒരു ഭാഗത്താണ് പിൻ ചെയ്യേണ്ടത്. ഇങ്ങനെ വെക്കുക. നമുക്ക് ഓരോന്നും പിൻ ചെയ്തെടുക്കാം. പിൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഫസ്റ്റ് ടൈമിലൊന്നും എങ്ങനെയായാലും കറക്റ്റ് ആവില്ല. 2-3 പ്രാവശ്യം അയച്ചിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട്
ഇങ്ങനെ കറക്റ്റ് നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. എനിക്കിത് ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആവുമ്പം നമുക്ക് ഇത് കറക്റ്റ് ആണോ എന്നറിയാം. കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ അയച്ചിട്ട് വീണ്ടും ഇവിടെ വേണമെങ്കിൽ ലൂസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു. ഹായ്, ഇതാ ഇതുപോലെ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഫുൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അടിഭാഗമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ 3 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് അധികമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇതാ മുകളിലോട്ട് വരുന്ന ഈ ഭാഗം ഒരു 2 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് അടിക്കേണ്ട ഒരു ഗ്യാപ്പ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എലാസ്റ്റിക്കോ അല്ലെങ്കിൽ ത്രെഡോ വെച്ചിട്ട് ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ ഉള്ളോട്ടേക്ക് ഒരു 3 ഇഞ്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റ് ആവില്ല. 2-3 പ്രാവശ്യമൊക്കെ അയച്ചിട്ട് നിങ്ങൾ കറക്റ്റാക്കി എടുക്കണം. 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാസ്ക്കറ്റിൻ്റെ ടോപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ ബാസ്ക്കറ്റിൻ്റെ ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏത് ക്ലോത്താണോ നമ്മൾ ബാസ്ക്കറ്റിന് കൊടുക്കുന്നത് വെച്ചാൽ കളേഴ്സ് കൊടുക്കുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് ബാസ്ക്കറ്റിൻ്റെ ടോപ്പ് ഇങ്ങനെ വെക്കുക. മാക്സിമം ക്ലോത്ത് ബാലൻസ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് നമ്മളൊരു 2 ഇഞ്ച് അധികം വെച്ചിട്ട് അടയാളപ്പെടുത്തുക. ഒരു 2 ഇഞ്ച്. ഇതുപോലെ നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ ലെവലിനനുസരിച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. 2 ഇഞ്ച് നിങ്ങൾ അടയാളപ്പെടുത്തുക. 2 ഇതുപോലെ ഇങ്ങനെ 2 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്താം. അത് നമുക്കിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. ഈ ഭാഗം അതുപോലെ തന്നെ കട്ട് ചെയ്യാം. ഇതുപോലെ റൗണ്ടായിട്ട് ബാസ്ക്കറ്റിൻ്റെ ടോപ്പിൻ്റെ അതേപോലെ തന്നെ ഇങ്ങനെ റൗണ്ട് വെച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്യാം. ഇതുപോലെ ഞാനിതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാനൊരു ലൈനിങ്ങും ഇതുപോലെ നമ്മളൊരു ഫോം ഉണ്ടല്ലോ, ഇതുപോലത്തെ ഫോമും ഈ ടോപ്പിനും വേണം. അത് 3 ഇതേ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എഡ്ജൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പീസ് വേണം. ഇതുപോലെ ഒരു പീസ്, ഒരു 2.5 ഇഞ്ച് പീസ് വേണം. അത് എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ഇതിന് റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ റൗണ്ട് ഇങ്ങനെ ചെയ്ത് റൗണ്ടിൽ അളവെടുക്കുക. ഇതുപോലെ ഫുൾ റൗണ്ടായിട്ട് എടുക്കുക. അപ്പോൾ എത്രയാണോ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് അളവെടുത്തിട്ട് ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തിടും. അതൊരു 2 ഇഞ്ച് വീതിയാണ് വേണ്ടത്. അത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ മടക്കുക. ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സൈഡ് കൂടെ ഫുള്ള് റൗണ്ടായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ നമ്മൾ പാൻറ്റിനൊക്കെ ഇങ്ങനെ മുകളിൽ പാൻറ്റിന് കയറും എലാസ്റ്റിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ ഇത് ചുറ്റിനും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എലാസ്റ്റിക്കും അല്ലെങ്കിൽ ത്രെഡോ വെച്ചിട്ട് ടോപ്പിൻ്റെ മുകളിൽ കെട്ടി ടൈറ്റ് ആക്കുകയാണ് ചെയ്യുക. ഇത് നമുക്കിങ്ങനെ ഫുള്ളും ചുറ്റും സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ ഇങ്ങനെ ഫുള്ളും ചെയ്ത് വരാം.
എന്നിട്ട് അടുത്തത് കാണിച്ചു തരാം എങ്ങനെ. ഇതിപ്പം ഇങ്ങനെ നമ്മൾ കവർ ചെയ്തെടുത്തു. ഇതുപോലെ നമ്മൾ കയറ് ഇട്ടിട്ട് ടൈറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മൾ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കണം. ഇവിടെ നമ്മളൊരു ചെറിയൊരു പീസ് എക്സ്ട്രാ കൊടുത്തിരുന്നു. അത് ഇതുപോലെ കയറിട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയാൻ നമുക്ക് ഇതുപോലെ ഇത് വേണം, പട്ട വേണം. അതായത് നമ്മൾ ഇവിടെ ഈ രണ്ട് സൈഡിലും നമുക്കിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും പിന്നെ അതുപോലെ ഈ ഭാഗത്തും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റ് നമ്മളിങ്ങനെ വെക്കുമ്പം ഈ രണ്ട് സൈഡും നമുക്കൊരു പട്ട വേണം, ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടി പട്ട വേണം. ഇങ്ങനെ രണ്ട് സൈഡിലും വേണം. അതിന് നമ്മൾ ഇതൊരു 5 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുള്ള ഇത് ഞാനിതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇവിടെ ഇത് അയച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇവിടെ അളവ് കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡും ഒരുപോലെ. അതേപോലെ ഇതിൻ്റെ മുകളിലും കൊടുത്തിട്ടുണ്ട്, ബാക്കിലും ഇതുപോലെ വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇങ്ങനെയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഇതുപോലെ പീസ് വേണം. നമുക്ക് ഇതിൻ്റെ കൈ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കാം. ഇതൊരു ഇഞ്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എത്ര ഉള്ളത് നോക്കാം. 30. അതുപോലെ തന്നെ നീളം 30 ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് വീതിയും എടുത്ത് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഇടുമ്പം ഇങ്ങനെ നമുക്കിത് ഇടുന്ന രീതിയിൽ ടൈറ്റ് ആവാണ്ട് നമുക്കിത് കൊള്ളുന്ന രീതിയിൽ വീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ടെടുക്കാം. ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗവും നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ അതേപോലെ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്യാം. അതിൻ്റെ രണ്ടെണ്ണം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും നമുക്കതുപോലെ എല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്നിട്ട് ഫൈനൽ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചില ആൾക്കാർ ലൈനിങ് കൊടുക്കും. അപ്പം ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലും കവർ ചെയ്തിട്ട് ലൈനിങ് കൊടുക്കുക. അത് നിങ്ങൾ ഒരു ബ്ലൂ ഗൺ കൊണ്ട് എടുത്തിട്ട് നിങ്ങൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഉള്ളിലും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ ഞാനൊരു ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്റ്റോൺ വേണേൽ സ്റ്റോണ് കൊടുക്കാം, ലൈസ് വേണേൽ ലൈസ് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ ഒരു സെയിം ക്ലോത്ത് കൊണ്ട് തന്നെ ബോർഡേഴ്സ് കൊടുത്താണ്. ഇത് നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് വരാം.